ശ്രീ സതീഷ് ഗോപി, കപ്പൽ വന്നു, അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു, രാഷ്ട്രീയ തർക്കങ്ങളിലേക്ക് വരെ പോയി നിൽക്കുന്നു. പക്ഷെ അതല്ലല്ലോ പ്രധാനം. വികസനത്തിലേക്ക് പൂർണ്ണമായി നങ്കൂരമിട്ടോ വിഴിഞ്ഞം? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഒരു ട്രയൽ റണ്ണാണ് അവിടെ നടക്കുന്നത്. ഇന്നലെ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് വന്നു. ഇന്ന് വളരെ സുപ്രധാനമായ ഒരു കാര്യം അവിടെ നടന്നു. ഞാൻ ഉദ്ഘാടനമല്ല, ഞാൻ പിന്നീട് ഉദ്ഘാടനം എന്നുള്ള ആ ഒരു കർമ്മത്തിലേക്കല്ല പോകുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം സിംഗപ്പൂരിൽ നിന്ന് ഒരു ചെറു കപ്പൽ വന്നു. 1930 കണ്ടെയ്നർ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പിൽ നിന്നും ഇവിടെ നമ്മുടെ വിഴിഞ്ഞത്തെ വാർഫിൽ ഇറക്കി. അതിൽ 200ഓളം കണ്ടെയ്നർ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചെറുകപ്പൽ സിംഗപ്പൂരിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്കെത്തി. ആ കപ്പലിലേക്ക് കണ്ടെയ്നർ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു ചെറുകപ്പൽ കൊളംബോയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ കൊളംബോയിലേക്കുള്ള കണ്ടെയ്നറുണ്ട്, സിംഗപ്പൂരിലേക്കുള്ള കണ്ടെയ്നറുണ്ട്, ജബലാലി തുറമുഖത്ത് നിന്നൊരു ഷിപ്പ് വരുന്നുണ്ട്. അത് ഈ കണ്ടെയ്നർ കൂടെ എടുത്തുകൊണ്ടേ പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ 3 ഷിപ്പായി. ഇതിനൊപ്പം തന്നെ മുംബൈയിലേക്കും പിന്നീട് ഗുജറാത്തിലെ ഒരു പോർട്ടിലേക്കും ഉള്ള കണ്ടെയ്നറും കൂടെ ഇതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യയിൽ ഏതെങ്കിലും പോർട്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് മുംബൈയിലോട്ട് പോകുന്ന, അതായത് ചെന്നൈയിൽ നിന്ന് മുംബൈയിലോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു ഷിപ്പ് വിഴിഞ്ഞത്ത് വന്ന് മുംബൈയിലേക്കുള്ള കണ്ടെയ്നർ എടുത്തുകൊണ്ട് അതും പോവും. ഗുജറാത്തിലെ ആ പോർട്ടിലേക്കുള്ള കണ്ടെയ്നറും കൂടെ അത് ചിലപ്പോൾ വഹിച്ചുകൊണ്ട് പോവും. ഇത്രയും ആയപ്പോഴാണ് മദർ പോർട്ട് എന്ന ഡെഫിനിഷൻ ഇവിടെ പൂർണ്ണമാവുന്നത്. അപ്പോൾ മദർ പോർട്ട് ആകണമെങ്കിൽ ട്രാൻസ്ഷിപ്മെന്റ് വേണം. അപ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തു, ഇന്ന് ഉദ്ഘാടനം നടത്തി. അതിനൊപ്പം തന്നെ ഇന്ന് ട്രാൻസ്ഷിപ്മെന്റ് നടന്നു. നാളെ ഈ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് തിരിച്ചു പോകുമെന്നാണ് പറയപ്പെടുന്നത്. അത് പോയ ഉടനെ തന്നെ മറ്റൊരു മദർഷിപ്പ് ഉടനെ തന്നെ നമ്മുടെ വിഴിഞ്ഞത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ട്രയൽ റണ്ണിൽ തന്നെ നമ്മളെ ഏകദേശം പിന്നീട് ഈ 400 മീറ്റർ ഇപ്പോൾ തയ്യാറാക്കിയ ബെർത്ത് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം എഫിഷ്യൻസി എടുത്ത് വർക്ക് ചെയ്യുന്നു. വിഴിഞ്ഞത്ത് എത്രയാ ഈ പിന്നീട് ഫസ്റ്റ് സ്റ്റേജും ഇപ്പോൾ 1ാം ഘട്ടം പൂർത്തിയായി, 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം പൂർത്തിയാകാൻ പോകുന്നു. 1ാം ഘട്ടം പൂർത്തീകരിച്ചാൽ, അതായത് 800 മീറ്റർ വാർഫ് ഫുള്ളി ഓപ്പറബിൾ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം എഫിഷ്യൻസി പറയുന്നത് 1,00,000 കണ്ടെയ്നർ ഇവിടെ കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോൾ 1,00,000 കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ 10,00,000 കണ്ടെയ്നർ, 1,00,000 അല്ല, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10,00,000 കണ്ടെയ്നർ ഇവിടെ കൈകാര്യം ചെയ്യാൻ കഴിയും. ആ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആ ഒരു ലിമിറ്റിനെ 3ാം സ്റ്റേജും 4ാം സ്റ്റേജും ആകുമ്പോഴത്തേക്ക്, അതായത് 2028 ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ പോർട്ട് വിഭാവനം ചെയ്ത് അതിൻ്റെ മാക്സിമം എഫിഷ്യൻസിയിലേക്ക് പോകുമ്പോൾ 3,00,000 കണ്ടെയ്നർ 30,00,000, അതായത് 3 മില്യൺ കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനൊക്കും. അതിനെ കുറച്ചുകൂടെ എഫിഷ്യൻസിയിൽ നമ്മൾ വർധനവ് വരുത്തിയാൽ, എഫിഷ്യൻസി മാക്സിമം ആക്കി കഴിഞ്ഞാൽ 5 മില്യൺ കണ്ടെയ്നർ വരെ കൈകാര്യം ചെയ്യാനൊക്കും എന്ന നിലയിലേക്ക് വിഴിഞ്ഞത്തെ കൊണ്ടുപോകാൻ കഴിയും. വിഴിഞ്ഞം അതിൻ്റെ മാക്സിമം എഫിഷ്യൻസിയിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ 2028 ആവുമ്പോഴേ ആ മാക്സിമം എഫിഷ്യൻസിയിലോട്ട് വരുള്ളൂ. ഇപ്പോൾ 1ാം ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ 1 മില്യൺ, അതായത് 10,00,000. ഇവിടെയാണ് നമ്മൾ വേറൊരു കണക്ക് കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. 1 മിനിറ്റ് എനിക്ക് വേണ്ടി തരണം. ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖമായ ഷാങ്ഹായ് പോർട്ട് ഒരു വർഷം കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നറും കൂടെ നമ്മൾ നോക്കണം. ഒരു വർഷം ആ പോർട്ട്, ആ തുറമുഖം ഒരു വർഷം കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നർ എന്ന് പറയുന്നത് ഏകദേശം 4,73,00,000 കണ്ടെയ്നറാണ്. 4,73,00,000. നമ്മൾ 10,00,000 തുടങ്ങുന്നു. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. ഇന്ത്യക്ക് ചുറ്റും പിന്നീട് മറ്റു മദർ പോർട്ടുകളും ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന മദർ പോർട്ടിനൊപ്പം തന്നെ നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ്. കാരണം 2 മദർ പോർട്ടുകളുടെ പണി, ഒരു മദർ പോർട്ടിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു, ഒരെണ്ണം ടെൻഡർ സ്റ്റേജിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നെറുകയിലേക്ക്